ആ മല ചവിട്ടി കയറേണ്ടതല്ലേ? ആ അപ്പൊ ഇതൊക്കെ ഒരു ശീലാണ്. ഇങ്ങനെ നടന്ന് നടന്ന് കാലൊക്കെ ശരിയാവണം. അതെ, നോമ്പ് തുടങ്ങിയിട്ട് 10-38 ദിവസമായി. പക്ഷേ ഇവൾക്ക് ഇപ്പോഴും ചെരുപ്പിടാതെ നടക്കാൻ വയ്യ. കാലില് കല്ലുകുത്താണ്. അങ്ങനെ കല്ലുകുത്തുന്ന ആളെ എങ്ങനെ മല കയറും? അപ്പൊ എങ്ങനെയാ മല കയറുന്ന? എങ്ങനെയാ? അതിനൊരു വഴിയുണ്ട്. സാമി മാമൻ എന്നെ എടുക്കും. അതൊന്നും നടക്കൂല. സാമി മാമൻ നിന്റെ അടുത്ത് അപ്പ വീഴും. അങ്ങനെ പറയരുത് കേട്ടോ മോളെ. കാല് വേനെടുത്ത അപ്പ തന്നെ സ്വാമിയെ ശരണയ്യപ്പ പെട്ടെന്ന് മാറും. ഇല്ലാന്ന് വെറുതെ പറയുന്നതാണ് അവള്. അല്ല, ഇനിയിപ്പോ ഈ കെട്ട് നിറക്കുള്ള സാധനങ്ങളൊക്കെ നമ്മള് വേഗം നോക്കണ്ടേ? വാങ്ങണം. തേങ്ങയുടെ കാര്യം എന്താ അമ്മാവൻ പറഞ്ഞു? തേങ്ങ അമ്മാവൻ കൊണ്ടുവന്നോളൂ. എല്ലാരും വിളിക്കണം കേട്ടോടാ. എല്ലാരും വിളിക്കണം. എല്ലാരും എന്ന് പറഞ്ഞാൽ ആരാ? സ്വാമിമാരെല്ലാരും ഉണ്ടാവും. വേറെ ആരാ? നമ്മളെ അടുത്ത ബന്ധുക്കാരെയൊക്കെ വിളിക്കണം. പിന്നെ വേണ്ട, ഇവള് ആദ്യമായിട്ട് പോവല്ലേ? ആ ക്ലീറ്റസിന്റെ വീട്ടിൽ പറഞ്ഞോ? പറയണം. വരുവോ? അവരോട് വരാൻ പറ. അവരുടെ അനുഗ്രഹം വേണ്ടേ? ഇവിടെ കാണിക്കുവേ. ചുമ്മാ ഇരി മോളെ. അതെ, ഇവിടെ വെച്ചാണ് കേട്ടത്. എന്താ വേണ്ടത്? ഒന്നുകിൽ ഇവിടെ വെച്ച് വേണിച്ചാ ഇവിടെ വെച്ച് ഇപ്പോഴേ പറയണം നമ്മള്. ഇവിടെ വെച്ച് മതി എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇവിടെ മതി. ഇവിടെ ആകുമ്പോ ശാസ്താംപാട്ടും കഴിഞ്ഞ്. ശാസ്താംപാട്ടൊന്നും വേണ്ട. പക്ഷേ അത് സ്വാമിമാരെല്ലാരും കൂടെ കൂടിയിട്ട് ഇരുന്നിട്ട് വിളിക്കുമ്പോൾ അത് മതി. എന്താടാ ശാസ്താം? അതിനൊക്കെ പൈസ ഒരുപാട് വരും. കേട്ടപ്പോൾ ആദ്യമായിട്ട് പോവല്ലേട്ടാ. അതിന് പൈസ ഒന്നും വേണ്ട. അമ്മാവനും അമ്മാവന്റെ ടീമും വന്ന് പാടിക്കോളും. അതന്നെ, എന്തെങ്കിലും ചെറുത് കൊടുത്താ മതി. ആ, അമ്മാവന്റെ ആൾക്കാര് വരും. സ്വാമി ശരണം. കാർത്തികை மாதம் மாலை அணிந்து நேர்த்தியாகவே விரதம் இருந்து பார்த்த சாரதி மைந்துனை உன்னை பார்க்க வேண்டிய தவம் இருந்து கார்த்திகை மாதம் மாலை அணிந்து நேர்த்தியாகவே விரதம் இருந்து பார்த்த சாரதி மைந்துனை உன்னை பார்க்க வேண்டிய தவம் ഇഷ്ടം. അയ്യോ, എങ്ങനെയുണ്ടല്ലോ വ്രതമൊക്കെ? നല്ല സുഖം. ആ, നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ നോമ്പ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നല്ല സമാധാനം. അത് നേരാ. എനിക്കും ഇപ്പൊ നല്ല സമാധാനം. എന്റെ കുറെ അവയവങ്ങൾ കൊണ്ടല്ലോ എന്ത് റെസ്റ്റാന്ന് അറിയാമോ? പ്രത്യേകിച്ച് നാക്കിനും കാതിനും ഒക്കെ. ഓ, കാതൊക്കെ നാക്കിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ. അതെ, നാക്കിന് റെസ്റ്റ് ഉണ്ടല്ലോ നീ അങ്ങോട്ട് വാ, ഞാൻ കേൾപ്പിച്ചേരാടി. പിന്നെ എന്തൊക്കെയായാലും വ്രതം എടുത്തതുകൊണ്ട് നല്ലതാ. മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു വീടിന് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് എന്ത് പറഞ്ഞാലും അളിയ വ്രതം എടുത്തേ പിന്നെ നല്ല സമയമാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട്, ഒരു തടസ്സവും ഇല്ലാതെ. അത് നടക്കണതിനനുസരിച്ച് ഓരോരോ കോംപ്ലിമെന്റുകളും ഗിഫ്റ്റുകളും. ഇത് ഗിഫ്റ്റാ. ഇച്ചിരി കാട കാട ഇന്നൊരാളുടെ കോഴിക്കടക്കാരൻ്റെ സംഭവം ശരിയായി കൊടുത്തതിന്, അവന്റെ സംഭവം ശരിയായി കൊടുത്തതിന് കാടയും കാട പുറത്തേക്ക് വെച്ചേ. ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, പുറത്ത് വെക്കാൻ. ഇവിടെ വ്രതം എടുത്തിരിക്കുന്ന രണ്ടുപേരെ കണ്ടോ? അതങ്ങ് പുറത്തു വെച്ചോ. ഞാനും പുറത്ത് വെക്കണോ ഇനി? നിങ്ങൾ എന്താ വീട്ടിൽ കാണിച്ചത്? നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളേ? ഈ വ്രതം തീരണവരെ ഈ സാധനം പരിക്കകത്ത് കയറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എടി, അതിപ്പോ ഒരാൾ സന്തോഷത്തോടെ ഫ്രീ ആയിട്ട് തരുമ്പോ പിന്നെ അത് ഞാൻ കളഞ്ഞിട്ട് വരാൻ പറ്റും. കളഞ്ഞിട്ട് തന്നെ ചത്തതിനെയും കൊന്നതിനെയൊക്കെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നേക്കുക. അയ്യോ, ഇതെന്താണ് ഈ പറയണത്? ഞാനും പിന്നെ എന്താ പട്ടിണി കിടക്കണോ? നിങ്ങൾക്ക് തിന്നില്ലാന്ന് ചത്തൊന്നും പോവില്ല, പച്ചക്കറി കൂട്ടി തിന്നണം. പച്ചക്കറിയൊക്കെ അങ്ങ് പള്ളിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല സത്യക്രിസ്ത്യാനിയാണ്. എനിക്ക് ഇറച്ചി മീനും ഒക്കെ ഇല്ലാതെ പറ്റില്ല. ഇവിടെ പറ്റില്ല. അത് ഇവിടെ പറ്റണ്ട, അപ്പുറത്ത് പറ്റുമല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പുറത്ത് പറ്റില്ല. പേരക്കകത്ത് കേട്ടിട്ടുണ്ട് ഈ ക്ലീറ്റോ. പിന്നെ പെരക്കാത്തിട്ട് നീ എന്തോ ഈ മര്യാദ വേവിച്ചാടി? ഞാനോ? നടന്നതാ. എന്റെ നമ്മുടെ കൊച്ചിങ്ങനെ ഇരിക്കുമ്പോ ക്ലീറ്റോ തിന്നാൻ തോന്നണ്ടല്ലോ. കൊച്ചിനെ ഞാൻ അവള് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം അവർക്ക് ഞാൻ ചാകരയാണ്, ഫുഡിന്റെ ചാകര എല്ലായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായി കേട്ടോ. പെരക്കകത്ത് കയറ്റരുത്. എന്റെ പാത്രങ്ങളും എടുക്കണ്ട. പുറത്ത് മുറ്റത്ത് അടുപ്പ് കൂട്ടി എവിടെന്നാ വെച്ചാൽ പാത്രം എടുത്തിട്ടോന്ന് ചെയ്തോ. നിന്റെ പാത്രം വേണ്ട, ഒരു കുന്തവും വേണ്ട. എനിക്ക് അന്തസായിട്ട് വെളിയിൽ അടുപ്പിലിട്ട് ചുട്ട് തിന്നാൻ അറിയാം. പിന്നെ ഇതിന്റെ എല്ല് ചവയ്ക്കാൻ വരണം കേട്ടാ. എല്ല് ഭയങ്കര ടേസ്റ്റാ ചവച്ചരച്ച് തിന്നാൻ. എന്ത് ചെയ്താ മതിന്നാ ഞാൻ ആലോചിക്കണേ. ചെറിയ കോഴിയാ? കോഴിയല്ല മോനെ, അതി ഒരു പക്ഷിയല്ലേ. കോഴി. കോഴി. അമ്മേനെ പറഞ്ഞ കോഴിയല്ലെന്ന്.
കോഴി അല്ലാന്ന് പറഞ്ഞാൽ കോഴീനെ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ അത് ഈ വലിയ ആൾക്കാർ, ഈ കാടന്മാരെ പോലെയുള്ള ആൾക്കാരൊക്കെ തിന്നുള്ളൂ. നമുക്കൊന്നും തിന്നാൻ കൊള്ളൂല. നീ എന്തിനാ വെറുതെ അവനുമായിട്ട് ഈ ശണ്ട പിന്നെ കൂടാ? ഇതിന്റെ ഈ വർത്താനത്തിന് എന്ത് പ്രവൃത്തിയാണ് ഇപ്പൊ ഈ ചെയ്യണത്? നീ ഒരു കാര്യം ചെയ്യും, പറ്റുമെങ്കിൽ പോയിട്ട് അവനത് ചെയ്തു കൊടുക്ക്. ഞാനോ? ഞാൻ ചെയ്യും കുറെ. ഈ വകതിരിവില്ലാത്ത മനുഷ്യന്റെ കൂടെ ഇറങ്ങി വന്നത് എന്റെ കഷ്ടകാലം. തമാശ കളിക്കരുത്. ആ തമാശ കളിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇന്ന് ഇറച്ചി മീൻ കേട്ടരുതെന്ന്? എടി ഇറച്ചി മീനും നിങ്ങളാരും തിന്നായിരുന്നാൽ മതി, എനിക്ക് തിന്നൂടെ? നിങ്ങൾ തിന്നായി ഞങ്ങൾ ഇവിടുത്തെ പാത്രം എടുക്കാൻ സമ്മതിക്കൂല ഞാൻ. എടാ ഈ പാത്രത്തിനും ഉണ്ടോ വ്രതം? ആ ഉണ്ട്. നീ കളിക്കരുത്. ഞാൻ കാര്യമായിട്ട് ക്ലീറ്റോനോട് പറഞ്ഞത് ഈ പാത്രത്തിൽ ഇറച്ചി മീനും വെക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒരു കാര്യം ചെയ്യും, ഈ പാത്രം ഇപ്പൊ ഞാൻ വെച്ചാൽ നമുക്ക് പുതിയ പാത്രം വേണ്ട കൊണ്ടുവരാൻ കഴിയും, വേണ്ട വേറെ വേണ്ട. വാങ്ങാം. ക്ലീറ്റോ നിങ്ങളൊരു അച്ഛനല്ലേ ക്ലീറ്റോ? ആ പെങ്കൊച്ചിന് ഒരു സാധനം തിന്നാൻ പറ്റാതെ അത് അവിടെ ഇരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് തൊണ്ടേന്ന് ഇറങ്ങിപ്പോവും? ഞാൻ അച്ഛനപ്പുറം ഒരു മനുഷ്യനാണ്, ചോരയും നീരുമുള്ള. എനിക്ക് പിന്നെ വിശക്കുമില്ല. ഈ ചോര നീരുള്ള മനുഷ്യൻ ഇത്ര നാളിന്റെ കൊതിയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് കനകം വ്രതം എടുത്തു കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് എങ്ങനെ ഇതിങ്ങനെ ഇറച്ചി മീനും തിന്നാൻ എത്ര പൂതി വന്നത് നിങ്ങൾക്ക്? ഇനിയിപ്പോ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോ? എടി ഓരോരുത്തന്മാർ ഇപ്പോഴാണ് എനിക്ക് ഓരോ ഇത് സാധനം ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്, അപ്പോഴെനിക്ക് ഇത് വേവിക്കാൻ പറ്റൂ? കണ്ടില്ല എന്ന് വെച്ചാൽ മതി. അങ്ങനെ കണ്ടില്ലാന്ന് വെക്കാനൊന്നും പറ്റില്ല. നീ കളിക്കാതെ പാത്രം കിട്ടുന്നത് ദേ. ആ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഇവിടെ വെച്ച് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഈ പാത്രം എല്ലാം അവിടെ എടുത്ത് അടിച്ചു പൊടിച്ചു വല്ല ആഗ്രഹക്കാർമാർക്കും കൂടെ കേട്ടാ. അത് നിങ്ങൾ മേടിച്ചു വെച്ചേക്കണതല്ലോ. നീ മാത്രം മേടിച്ചൊന്നുമില്ല, എന്റെ പൈസ ഉണ്ട് കുറച്ച് ഇതില്. എവിടെയാ? കേസ് കൊടുക്കൊണ്ട് തരൂല അല്ലേ? ഇല്ല തരൂല. തരൂലല്ലോ? തരില്ല. നീ പുഴുങ്ങി തിന്നടി. ആദ്യം എന്തെങ്കിലും ചെയ്തോ. ഞാനേ പക്ഷെ ഇതൊന്നും വേവിച്ച് തിന്നിരിക്കുന്നു. ആ വേവിച്ചു തിന്നാ പുറത്തിട്ട്. പുറത്തിട്ട് ഞാൻ ചുട്ട് തിന്നു, ചുട്ട്. ആ കാട്ടുമാക്കാനൊക്കെ അങ്ങനെ എന്തൊക്കെ തിന്നു. കാട്ടുമാക്കാൻ നിന്റെ തന്ത. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നാ നിന്റെ ആങ്ങള. അയ്യോ സ്വാമി, എന്റെ ദൈവമേ, നിങ്ങൾ ശാപം വിളിച്ചു വെക്കാൻ വേണ്ടി തന്നെ ജനിച്ചേക്കണാണോ മനുഷ്യ? ആ സാധനത്ത് പറഞ്ഞേ.